ഹായ്, എല്ലാവർക്കും വീണ്ടും വെൽക്കം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. ഞാൻ ഇങ്ങനെ പുതിയൊരു ചാനലൊക്കെ തുടങ്ങി എന്നൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു, അവരോട് കാണണം, ഇതൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പലരും നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ഇനീഷ്യേറ്റീവാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി ചെയ്യുന്നത്, എന്തിനാണ്, നിനക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയൊക്കെ ചെയ്തുകൂടെ, ഇതൊക്കെ ചെയ്ത് ആരെങ്കിലും കാണുമോ, ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞതിൽ ഒരാൾ ഒരു ജോലി ഫുൾ ടൈം ഉണ്ട്, അതിന് പുറമെ ഊബർ ഓടിക്കുന്ന ഒരാളാണ്. മറ്റൊരാൾ കോളേജ് സ്കൂളൊക്കെ ഫുൾ ടൈം ചെയ്യുന്ന ഒരാൾ, അതിന് പുറമെ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്താല്ലേ നമ്മൾ ഇവരോടൊക്കെ എന്താ പറയേണ്ടത്? അപ്പോൾ നമ്മുടെയൊക്കെ ഫോണിൽ സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊക്കെ തീർച്ചയായും അത് ചെക്ക് ചെയ്യണം. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും നേരമൊക്കെ ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് വരെ എനിക്ക് തന്നെ സംശയമായിപ്പോയി. പക്ഷേ അതിനകത്ത് ഓരോ ആപ്പും എത്ര നേരം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ 90% നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ച് കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള, കുറച്ച് അറിവിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല, എന്തായാലും ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റിന്റെ വളരെ വിശദമായ, അല്ലെങ്കിൽ വളരെ നമുക്ക് തലയിൽ നിന്നൊക്കെ പുക വരുന്ന പോലത്തെ അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. സാധാരണക്കാരെ നമുക്ക് ആർക്കും മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ അത് ഇപ്പൊ തന്നെ ഈ വീഡിയോ നിർത്തി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ അനലിറ്റിക്സ് സൈഡ് അങ്ങനെയൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സ്, അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ഇനി എന്താണ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്, ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ ഒരു സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയാണ് അതിൻ്റെ വാല്യൂ. ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ 1 ലക്ഷം രൂപയാണ്. എനിക്ക് ആ സ്ഥാപനം ഞാൻ കുറച്ച് നാളായിട്ട് അത് ബിസിനസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് പോകുന്നു. അപ്പോൾ അത് ഒരു 5 കൊല്ലം കൊണ്ട് അതിന് എനിക്കൊരു 5 ലക്ഷം രൂപയുടെ വാല്യൂ ആയി. അതായത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ വാല്യുവേഷൻ എടുത്തപ്പോൾ അതിന് 5 ലക്ഷം രൂപയായി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇതിന് കുറേ ബ്രാഞ്ചസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇറക്കാൻ കാശില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കമ്പനിയുടെ ഒരു വിഹിതം, ഒരു ഷെയർ, ഇത്ര ശതമാനം ഷെയർ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കും. അപ്പോൾ പുറമേ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് നോക്കുമ്പോൾ ഓക്കെ, ഇവൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ കമ്പനിയിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കാം, അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ ഇവൻ ഭാവിയിൽ അത് ചിലപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഷെയർ മേടിക്കുന്നു. അപ്പോൾ അതാണ് ഷെയർ മാർക്കറ്റിൽ ശരിക്കും സംഭവിക്കുന്നത്. എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ കമ്പനി പോലെ ഒരുപാട് കമ്പനികൾ അത് അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഇത്ര ശതമാനം ഷെയർ മാർക്കറ്റിലേക്ക് ഇടുന്നു. അപ്പോൾ ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് നമ്മളും നിങ്ങളും എല്ലാവരും ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതാണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പല മേഖലകൾ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ വാല്യൂ മുകളിലേക്കും താഴേക്കും ഒക്കെ പോകും. പക്ഷെ നിങ്ങളൊരു ലോങ് ടേം പിക്ചർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം അങ്ങനത്തെ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും മുകളിലേക്കായിരിക്കും പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ വില നോക്കൂ. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ മുകളിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു താഴേക്ക് വന്നിരിക്കാം, പക്ഷേ അത് പിന്നെയും വീണ്ടും മുകളിലേക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു ലോങ് ടേം റൺ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. സ്വർണത്തിന്റെ വില എടുത്ത് നോക്കിക്കോളൂ. സ്വർണത്തിന്റെ വില ഇടയ്ക്ക് ഒരു ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നാൽ കൂടിയും ഒരു 10 കൊല്ലത്തെ റേറ്റ് അല്ലെങ്കിൽ ഒരു 20 കൊല്ലത്തെ റേറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അത് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സ്റ്റോക്സിന്റെ വാല്യൂ. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, പല സമയത്തും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ള സമയത്ത് പലപ്പോഴും അത് താഴെ പോയിട്ടുണ്ട്, എങ്കിൽ കൂടി അതിന്റെ ലോങ് റൺ എന്ന് പറയുന്നത് എപ്പോഴും മുകളിലേക്കാണ്. ഇനി ആർക്കൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്? ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പ്രായപരിധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാറിൽ പോകണമെങ്കിൽ പ്രായപരിധി ഉണ്ട്, മദ്യം മേടിക്കണമെങ്കിൽ പ്രായപരിധി ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രായപരിധി ഒന്നുമില്ല. നിങ്ങൾ ഈവൻ അണ്ടർ ഏജ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ പാരൻസിന്റെ ഓതറൈസേഷനോട് കൂടി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൂടി
നിങ്ങൾക്ക് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ്റെ ഓതറൈസേഷനോട് കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, ഇതിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോയി, എങ്ങനെയൊക്കെ പൈസ നഷ്ടം വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഇതെങ്ങനെ ശരിയാവും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പല ആൾക്കാരും കേട്ടത് മതി കേൾക്കാത്തത് മതി എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ പല രീതിയിലുള്ള മണി ചെയിൻ തട്ടിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഹൈ റിട്ടേൺ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി പൈസ നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇതിലൊക്കെ പോയി തട്ടിപ്പിൽ പോയി വീണ് പല ആൾക്കാരുടെയും പൈസ പോയിട്ടുണ്ടാവും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമല്ല. നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, എന്ത് കാര്യം തന്നെ ആയാലും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഇല്ലെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടരുത്. പകുതി ധാരണയോടുകൂടി അല്ലെങ്കിൽ എന്തൊക്കെയോ കേട്ടതുകൊണ്ട് ഒരിക്കലും അതിനെപ്പറ്റി ചാടി പുറപ്പെടരുത്. ഈവൻ ഞാനിപ്പോൾ ഒരു വീഡിയോ പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം വിശ്വസിച്ച് ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ച് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിലുള്ള ഫൈൻഡിങ്സ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് പറ്റാവുന്ന സോഴ്സ് ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങളൊരു ഡിസിഷനിലെത്താൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് സ്റ്റോക്സ് മേടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതൊരു മാർക്കറ്റാണ്, ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. അവരുടെ പേരാണ് ബ്രോക്കേഴ്സ്. അവരുടെ സഹായം ഇല്ലാതെ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇന്ന് സ്റ്റോക്സ് ഒക്കെ അപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ സ്റ്റോക്സ് ഡൗൺ ആണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത് സ്റ്റോക്സ് അപ്പാണ് ഡൗൺ ആണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇപ്പോൾ ആരാണ് ഈ ബ്രോക്കർ, എങ്ങനെയാണ് ഇവന്മാരൊക്കെ ഡീൽ ചെയ്യേണ്ടത്, അതാണ് നമുക്ക് അടുത്തായിട്ട് അറിയേണ്ട കാര്യം. അപ്പോൾ ഓരോ സ്റ്റോക്ക് മാർക്കറ്റിലും ഓരോ ബ്രോക്കേഴ്സ് ഉണ്ട്, ഓരോ സെക്ഷൻ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാനഡയിൽ നിന്ന് തുടങ്ങാം. കാനഡയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ നമുക്ക് വലിയ കാര്യമായ ഒരു വിവരമൊന്നും ഇല്ല അല്ലെങ്കിൽ വലിയ പ്രോ ഒന്നും അല്ല എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് വെൽത്ത് സിമ്പിൾ എന്നാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സമയം പോലെ ചെക്കൗട്ട് ചെയ്യാം. ഇത് ഇപ്പം തന്നെ ലിങ്ക് പോയി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി US-ലുള്ള ബ്രോക്കർമാരെ പറ്റിയാണ് പറയാനുള്ളത്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു എൻട്രി ലെവലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് webull ആൻഡ് റോബിൻഹുഡ് ആണ്. അപ്പോൾ അത് രണ്ടും നല്ല പ്ലാറ്റ്ഫോംസ് ആണ്. അതിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ആ നാട്ടിൽ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണെങ്കിൽ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ബ്രോക്കറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു കാര്യം വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സേവിങ്സ് എല്ലാം കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ തുടങ്ങാനൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതെന്താണ് സംഭവം എന്ന് പറയാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിലെ സ്റ്റോക്സ് കാണാം, ഫ്രീ ആയിട്ട് സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാം, റേറ്റ് കാണാം, എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നോക്കിയിട്ട് പിന്നീടുള്ള കാര്യം പിന്നീട്, അപ്പോൾ അത് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്തായാലും നല്ലതാണ്. വീഡിയോ ഒരുപാട് നീണ്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ശ്രമിച്ചു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനും അറിയാനും ഉണ്ട്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.